അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. കാൽ വഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുമെന്നെ നാഥനെന്നെന്നും. കാൽ വഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുമെന്നെ നാഥനെന്നെന്നും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. കൂട്ടം വിട്ടു പോടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. കൂട്ടം വിട്ടു പോടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. പാതയിൽ ശത്രു പോരടിക്കുമ്പോൾ പരിചയായിടും യാഹനിക്കുണ്ട്. പാതയിൽ ശത്രു പോരടിക്കുമ്പോൾ പരിചയായിടും യാഹനിക്കുണ്ട്. ആത്മശക്തിയാൽ എന്നെ നടത്തും ആത്മനാഥൻ കൂടെയുണ്ടെന്നും. ആത്മശക്തിയാൽ എന്നെ നടത്തും ആത്മനാഥൻ കൂടെയുണ്ടെന്നും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. കാൽ വഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുമെന്നെ നാഥനെന്നെന്നും. കാൽ വഴുതാതെ കല്ലിൽ തട്ടാതെ താങ്ങിടുമെന്നെ നാഥനെന്നെന്നും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഭയത്തോടെ പറയട്ടെ, ദൈവം തരുന്ന ഒരു വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് തരുന്ന ഒരു ദാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ദാനം നമുക്ക് ലഭിക്കും. അതൊരു കൃപാവരമാണ്. പരിശുദ്ധാത്മാവ് ദൈവം തരുന്ന ഒരു ദാനമാണ്, ദൈവത്തിൻ്റെ ദാനം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ളതായ ദാഹം നമുക്ക് വരണം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന് 37-ാം വാക്യത്തിൽ കർത്താവ് വിളിച്ചു പറഞ്ഞത്. ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മാവിന് ലഭിക്കും. അതിനെക്കുറിച്ച് പറഞ്ഞത്. ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ. ആത്മാവിന് വേണ്ടിയുള്ളതായ ദാഹം, ആത്മാവിന് വേണ്ടിയുള്ളതായ ആർത്തി, പരിശുദ്ധാത്മാവ് വേണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു അനുഭവം പറയാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവപുരുഷനായ അനുഗ്രഹീതനായ ദൈവദാസൻ ഇവിടെ വന്ന് സ്തുതിച്ചപ്പോൾ എനിക്ക് ഒരാറ്റം പോലും സംശയം ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു സംശയം എനിക്ക് തോന്നിയില്ല.
അദ്ദേഹം ചിലരുടെ എല്ലാം ഒരു അനുഭവങ്ങൾ പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ പറഞ്ഞു, എൻ്റെ അമ്മയുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ പറഞ്ഞു, ആലീസിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ പറഞ്ഞു. അപ്പോൾ ഒന്നും എനിക്കൊരു സംശയവും തോന്നിയില്ല. കാരണം അദ്ദേഹത്തിൽ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആ ദൈവപുരുഷനിലെ പരിശുദ്ധാത്മാവ് നിന്നുകൊണ്ട് സംസാരിക്കുകയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നീട് മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹം എനിക്ക് ശാസനകൾ തന്നപ്പോഴും എനിക്ക് ശിക്ഷണങ്ങൾ തന്നപ്പോഴും തർജ്ജനകൾ തന്നപ്പോഴും അദ്ദേഹം ഗൗരവമായിട്ട് എന്നോട് ഇടപെട്ടപ്പോഴും ഒന്നും എനിക്കൊരു പരാതിയും തോന്നിയില്ല, പരിഭവം തോന്നില്ല. കാരണം എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെയാണ് കാണുന്നതെന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തരുന്ന ഉപദേശമാണ്, എനിക്ക് തരുന്ന ശാസനയാണ്, എനിക്ക് തരുന്ന ശിക്ഷണമാണെന്ന് എനിക്ക് മനസ്സിലായി. അല്പം പോലും പരിഭവം വന്നില്ല, അല്പം പോലും ഒരു നിരാശ വന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എനിക്ക് കാര്യം മനസ്സിലാകാത്ത സമയമുണ്ടായിരുന്നു. അദ്ദേഹം ആത്മാവ് മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത സമയമുണ്ടായിരുന്നു. ആത്മാവ് അടുത്ത് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത സമയമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിനയപ്പെട്ടു. എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല, എങ്കിലും പറഞ്ഞത് സത്യം. അങ്ങനെ വിനയപ്പെട്ടിരുന്നപ്പോൾ കൃത്യമായി എല്ലാം എനിക്ക് മനസ്സിലായി വന്നു, എല്ലാം മനസ്സിലാക്കി തന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ്, അദൃശ്യമായൊരാത്മാവുണ്ട് എൻ്റെ സഹോദരങ്ങളെ. ഈ നാട്ടിൽ ഉണ്ടായതിൻ്റെ പിന്നിൽ വാസ്തവത്തിൽ ആ ഒരു ദൈവപുരുഷനിൽ ഇറങ്ങി നിന്നതായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഈ നാട്ടിൽ 73 മുതലുള്ളതായ ആത്മീയ ഉണർവിൻ്റെ എല്ലാം പശ്ചാത്തലം അതായിരുന്നു. പരിശുദ്ധാത്മാവ് നിറവോടെ ഒരു വ്യക്തിയിൽ നിറഞ്ഞു നിന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ അഭിഷേകത്തോടെ നിറഞ്ഞു നിന്നു. കർത്താവിന് സ്തോത്രം. എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ അനുഗ്രഹീതനായ ദൈവദാസൻ്റെ നാവിൽ കൂടി വന്ന സ്തുതികളും വാക്കുകളും എല്ലാം എന്നെ രോമാഞ്ചമണിയിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. സത്യമായി ഞാൻ ആത്മാവോട് ചേർന്ന് നിന്നു, ആത്മാവിനെ വിശ്വസിച്ച് നിന്നു. അനേകം സുവിശേഷകന്മാർ അന്ന് സംശയാൽക്കളായിരുന്നു. അനേകർക്ക് മനസ്സിലായില്ല, എന്താണെന്ന് മനസ്സിലായില്ല. ചിലരെ വിശ്വസിച്ച് നിന്നു, പക്ഷേ പിന്നീട് പിന്മാറിപ്പോയി. പക്ഷേ ഭാഗ്യവശാൽ അവസാനം വരെയും ചേർന്ന് നിൽക്കാൻ എനിക്ക് കർത്താവ് ഒരു ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. കേരള സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സെക്രട്ടേറിയറ്റിലെ സൂപ്രണ്ടായിരുന്ന അദ്ദേഹം ഒരു ഗസറ്റഡ് ഓഫീസറായിരുന്നു. എന്നാൽ റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അദ്ദേഹം പ്രസംഗിക്കില്ല. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ പ്രാർത്ഥന മാത്രമായിരുന്നു. അദ്ദേഹം പ്രസംഗിക്കാൻ തയ്യാറല്ലായിരുന്നു. പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് ആ ആത്മവരം ഇല്ലയെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടെന്ന് അദ്ദേഹം പറയുന്നത്. രംഗത്തൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, ആരുടെ മുമ്പിൽ വിളങ്ങിയിട്ടില്ല, ആരുടെ മുമ്പിൽ ആളാകാൻ നോക്കിയിട്ടില്ല. ആകെ ഒന്ന് മാത്രം, യേശുക്രിസ്തുവിൻ്റെ ആ തിരുവിലാവിൽ മറഞ്ഞിരുന്നു കൊണ്ട് കർത്താവിൻ്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ദൈവം കൃപ ചെയ്ത് ആത്മാവിൻ്റെ ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ ദാഹിക്കണം. ഉത്സവത്തിൻ്റെ മഹാദിനമായി ഒടുക്കുന്ന നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നതിനെല്ലാം എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അക്കാലത്ത് സുവിശേഷന്മാർ പലരും ഉണ്ടായിരുന്നു. പല സുവിശേഷന്മാർക്കും അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവർക്ക് അവരുടെ തെറ്റുകൾ തിരുത്താൻ മനസ്സുണ്ടായിരുന്നില്ല. സുവിശേഷന്മാർ പലരും ഉണ്ടായിരുന്നു. അവർ ആ ദൈവപുരുഷൻ്റെ നാവിൽ കൂടി വന്ന വാക്കുകൾക്ക് അത്രത്തോളം വില കൽപ്പിച്ചില്ല. പലരും സംശയാലുക്കളായിരുന്നു, പലരും അവിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവശാൽ എനിക്ക് ചേർന്ന് നിൽക്കാൻ ഇടയായി. അതുകൊണ്ട് ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കൂടിയിരിക്കുന്നു. അദ്ദേഹം കടന്നുപോയി, പക്ഷേ ആത്മാവ് കടന്നു പോയിട്ടില്ല. നിങ്ങളെല്ലാവരും വന്ന് കൂടിയിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന് വചനം കേൾക്കുന്നു. വചനം ദൈവത്തിൻ്റേതാണ്, ആത്മാവിൻ്റേതാണ്. പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിശ്ചിതമായും കർക്കശമായും സംസാരിക്കുമ്പോൾ നാം പതറരുത്, പരിഭവിക്കരുത്. ഒരുപക്ഷെ കർക്കശമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. എന്തിനു വേണ്ടി? ദൈവത്തിന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് രൂപാന്തരം വരുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് സ്വഭാവത്തിൽ മാറ്റം വരുന്നതിന് വേണ്ടിയാണ്. അതിനാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ കാലങ്ങളിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടന്നത്. കൊച്ചു കുട്ടികൾ പോലും സ്കൂളിൽ സ്റ്റേറ്റ് പെൻസിലോ അല്ലെങ്കിൽ മറ്റു പേനയോ മറ്റോ മോഷ്ടിച്ചവർ കൂട്ടുകാർക്ക് കൊണ്ടുപോയി തിരിച്ചു കൊടുത്ത് മാപ്പ് ചോദിക്കുന്നു. വീട്ടിൽ വേലക്കാരികളായ സ്ത്രീകൾ അരിവാൾ എടുത്തുകൊണ്ട് പോയത് അത് വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് വർഷങ്ങൾക്ക് മുമ്പോട്ട് പോയത് തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്ത് മാപ്പ് ചോദിക്കുന്നു. എല്ലാ കൂലി വേലക്കാർ, സ്കൂളിൽ പഠിക്കുന്നവർ, കോളേജിൽ പഠിക്കുന്നവർ, രൂപാന്തരങ്ങൾ ഒട്ടേറെ നടന്നു. എന്തിന്? കാരണം ദൈവത്തിന് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവിനെ ആരും അനുകരിക്കാൻ നോക്കരുത്. പരിശുദ്ധാത്മാവിനെ അനുകരിച്ചിട്ട് കാര്യമില്ല. ഒരാൾ സ്തുതിച്ചതുപോലെ സ്തുതിച്ചാൽ ആത്മാവൊന്നും വിചാരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെ നാം അനുകരിക്കരുത്. നാം അനുകരിക്കേണ്ടത് കർത്താവ് യേശുക്രിസ്തുവിനെ മാത്രം അനുകരിച്ചും പോകണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ? നിങ്ങൾക്ക് ആത്മാവിനെ തരാനാണ് കർത്താവ് എന്ന് സംസാരിക്കുന്നത്. ആത്മാവിനെ തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന് പകരം കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ വാഗ്ദത്തം നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൾക്കണ്ണ് തുറന്ന് കിട്ടാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അകത്തെ കണ്ണ് തുറന്ന് കിട്ടിയിട്ട് എല്ലാം സ്ഫടികസ്ഫുടമായി കാണാൻ, വൃത്തിയായി കാണാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു.
നിങ്ങൾ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ എന്നിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് തകർച്ച കിട്ടുന്നുണ്ടോ? തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുറ്റങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? ഇരുന്ന് പ്രാർത്ഥിച്ച് ആ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലെ പാവങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷേ ആത്മാവിൻ്റെ സ്പർശം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾ പിന്നെയും മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിൻ്റെ സ്പർശം കിട്ടുന്നവരെയും പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ സ്പർശം കിട്ടുന്നുള്ള ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ശരീരമാസകാലം കുളിർ കോരിയിടുന്നത് പോലത്തെ അനുഭവം നിങ്ങൾക്ക് കിട്ടും. ഈ ശരീരം ഉണ്ടല്ലോ, മൺമയമായ ഈ ശരീരം വീർത്തു വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ ശരീരം അങ്ങ് വികസിച്ച് വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ നെഞ്ച് വികസിച്ച് വരുന്ന പോലെ തോന്നും. നിങ്ങളുടെ ഉള്ളിൽ കൂടി ഒരു തീ വായുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ അത്ഭുതകരമായൊരു പ്രതിഭാസം, അത്ഭുതകരമായൊരു അനുഭവം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഏറ്റവും ചെറുതായി കാണാൻ തോന്നും. ഞാൻ എത്ര നിസ്സാരനാണെന്ന് കാണാൻ തോന്നും. അയ്യോ, എനിക്കൊരു വിലയുമില്ല എന്ന് മനസ്സിലാകും. എനിക്ക് ഒരു കഴിവുമില്ല എന്ന് മനസ്സിലാകും. ഞാൻ എത്ര അല്പനാണെന്ന് മനസ്സിലാകും. ഞാനൊരു പാപിയാണെന്ന് മനസ്സിലാകും. നമുക്ക് നമ്മെ തന്നെ കാണാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അവിടെ പിന്നെ ഉയർച്ചയില്ല, അവിടെ പിന്നെ അഹന്തയില്ല, അവിടെ പിന്നെ നിഗളമില്ല, അവിടെ പിന്നെ തനിക്ക് താൻ പൊരുമയില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ തന്നിഷ്ടമില്ല. എല്ലാം 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 അടിയറയുന്നു, എല്ലാം വയ്ക്കുന്നു. ആത്മാവ് വളരുന്നു, ആത്മാവ് നിവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശം ഏറ്റുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞു വരുവാൻ നിങ്ങൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന് സ്തോത്രം. വാഗ്ദത്തമുണ്ട്, വാഗ്ദത്തം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുസ്തകത്തിന് മഹാദിനമായി എടുക്കുന്ന നാൾ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നതിനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ച് പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാതിരിക്കുന്ന ആത്മാവിനെക്കുറിച്ചാകുന്നു എന്ന് പറഞ്ഞത്. ആത്മാവിന് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു വ്യക്തമായ ആത്മചൈതന്യം ലഭിക്കണം. അത് നിങ്ങൾ ആഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. പള്ളിയിൽ മുട്ടുകുത്തി എന്നുകൊണ്ട് കുറിയലായുസം എന്ന് പറഞ്ഞ് കാര്യം തീർക്കേണ്ട ഉള്ളതല്ല. പലരും അതൊക്കെ ഒരു ചടങ്ങ് പോലെ ചെയ്യുന്നു. അച്ഛൻ പറയുന്നു പള്ളിയിൽ മുട്ടുകുത്തി, എല്ലാവരും മുട്ടുകുത്തിയിരിക്കുന്നു, കുറിയലായുസം എന്ന് അച്ഛൻ പറയുന്നു. അടുത്ത് നിങ്ങൾ വാക്യം പ്രതിവാക്യമായി കുറിയലായുസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങതല്ല, അത് പറയേണ്ടതല്ല, പറയണമല്ലോ. പക്ഷേ അതല്ല. അവിടെ പ്രാർത്ഥിക്കുന്നത് കർത്താവേ കൃപ ചെയ്യണമേ എന്നാണ് കുറിയലായുസം. കർത്താവേ കൃപ ചെയ്യണമേ, കർത്താവേ കരുണ ചെയ്യണമേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് വരികയാണ്. അപ്പോൾ ഈ വെള്ളം തെളിച്ചുകൊണ്ട് അച്ഛൻ പള്ളിക്ക് ചുറ്റും നടക്കുന്നത്, ആ വെള്ളത്തിൻ്റെ തുള്ളി വീഴാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടൊന്നും ആത്മാവിനെ കിട്ടുകയില്ല. വെള്ളത്തിൻ്റെ തുള്ളി വീഴുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആത്മാവിൻ്റെ തുള്ളികൾ വന്ന് വീഴണം. ആത്മാവ് നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ജലാംശം നിങ്ങളുടെ ശരീരത്തിൽ വരുന്നത് നിങ്ങൾ അനുഭവിക്കുന്നു. ആ ഒരു തുള്ളിയെങ്കിലും വീഴാൻ കൊള്ളാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നല്ലത് തന്നെ. പക്ഷേ അതുകൊണ്ടൊന്നും ആത്മാവ് വരികയില്ല. ആത്മാവ് വരണമെങ്കിൽ ആത്മാവിന് വേണ്ടിയുള്ളതായി ദാഹം വരണം. എന്താണ് പെന്തിക്കോസ്തി പെരുന്നാൾ? എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ? എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ? പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവത്തിന് സ്തോത്രം. ഇത് നമുക്ക് മനസ്സിലാകണം. എന്താണ് പരിശുദ്ധാത്മാവ്? പിതൃപുത്ര പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം. മൂന്ന് ദൈവങ്ങളുണ്ടോ എന്ന് ചോദിക്കും ചിലർ. 3 ദൈവങ്ങളുണ്ടോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 3 ദൈവങ്ങളുണ്ടോ? ഞാനിതിന് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും. സൂര്യൻ, ഒരു സൂര്യനേ ഉള്ളൂ. ആ സൂര്യന് വെളിച്ചമുണ്ട്. സൂര്യന് വെളിച്ചമുണ്ട്. ആ വെളിച്ചം ഭൂമിയിലേക്കുന്നത് സൂര്യൻ്റെ പ്രകാശത്തിൽ കൂടിയാണ്, രശ്മികളിൽ കൂടിയാണ്. ബീംസ്, രശ്മികൾ. വെളിച്ചമുണ്ട്, രശ്മിയുണ്ട്. ആ സൂര്യന് അതിൽ രശ്മികൾ വന്ന് പതിക്കുമ്പോൾ അവിടെ ചൂടുണ്ട്. വെളിച്ചം, രശ്മി, ചൂട്, ഇത് 3 ഉണ്ട്. എന്നാൽ വെളിച്ചമാണോ സൂര്യൻ? അല്ല. ചൂടാണോ സൂര്യൻ? അല്ല. രശ്മിയാണോ സൂര്യൻ? അല്ല. ഇതെല്ലാം കൂടിയാണ് സൂര്യൻ. പക്ഷേ സൂര്യൻ ഒന്നേ ഉള്ളൂ. പക്ഷേ സൂര്യന് 3 ഭിന്നഭാവങ്ങൾ. 1 സൂര്യൻ്റെ വെളിച്ചം, 2 സൂര്യൻ്റെ രശ്മി, 3 സൂര്യൻ്റെ ചൂട്. എന്നതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവമാണ്, ഒരു ദൈവമാണ്. ഈ പാഠം മറന്നു പോകരുത്. ത്രിയേക ദൈവമാണ്. 3 ഒന്ന് തന്നെ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എന്നാൽ 3 വിഭിന്നമാണ്. രശ്മിയല്ല വെളിച്ചം, രശ്മിയല്ല സൂര്യൻ, രശ്മിയല്ല സൂര്യൻ്റെ ചൂട്, അത് അല്ലെങ്കിൽ വെളിച്ചമല്ല സൂര്യൻ്റെ രശ്മി. ഇത് എല്ലാം പരസ്പരം വെവ്വേറായിട്ട് നിൽക്കുന്നെങ്കിലും എല്ലാം ഒന്നാണ്. മനസ്സിലാക്കാൻ്റെ പ്രയാസമുള്ള കാര്യമായതുകൊണ്ടാണ് അത്ര ലളിതമായി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വേണമെന്നും ദാഹിക്കണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൂട് നമുക്ക് വേണം. പരിശുദ്ധാത്മാവിൻ്റെ രശ്മി, ആ വെളിച്ചം നമ്മിലേക്ക് ഒന്ന് ബീംസ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ ബീംസ്, രശ്മികളായിട്ട് ഒന്ന് പതിയണം. പരിശുദ്ധാത്മാവിൻ്റെ രശ്മി പതിയുമ്പോൾ ചൂടുണ്ടാകും, ചൂട് അനുഭവിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൂട്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ചൂടുള്ളവരായിത്തീരും. നിങ്ങൾ ഹൃദയം ചൂട് പിടിക്കും, ഹൃദയം കത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മോസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞത്,
അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. ഹൃദയം കത്തുവാൻ കാരണം പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സംസാരിച്ചപ്പോൾ അവർ പറയുന്നു, അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഹൃദയം കത്തിക്കൊണ്ടിരിക്കും, ഹൃദയത്തിൽ ചൂട് പിടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വായിക്കാം 39 സങ്കീർത്തനം ആദ്യ വാക്യം വായിക്കാം. ഹൃദയത്തിൽ ചൂട് പിടിച്ചു എന്നാണ് പറയുന്നത്. വായിക്കാം 39 സങ്കീർത്തനം. നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. എൻ്റെ ഹൃദയത്തിന് ഉള്ളിൽ ചൂട് തട്ടി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, ആത്മാവിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവോട് സംസാരിച്ചു. നാവോട് സംസാരിക്കുന്നതിന് മുമ്പ് ഈ അനുഭവം വരണം. ചൂട് പിടിക്കണം. മാത്രമല്ല ശക്തി, ആത്മാവിന് ശക്തി വന്നത് നമ്മൾ പകരണം. പ്രിയപ്പെട്ടവരെ, ഈ ആത്മശക്തി വന്നാൽ രോഗാണുക്കൾ കത്തിപ്പോകും. പരിശുദ്ധാത്മാവ് വന്നാൽ ശാപങ്ങൾ എല്ലാം കത്തിപ്പോകും. ഏതെല്ലാം ശാപം ഉണ്ടാകട്ടെ. ഒരുപക്ഷേ തിരുത്താനാവാത്ത തെറ്റുകൾ വന്നു, ഗർഭഛിദ്രം നടത്തി. തിരുത്താനാവില്ലല്ലോ, ഗർഭഛിദ്രം നടത്തി. തീരാ ശാപമാണ്, തീരാ കളങ്കമാണ്. ഇന്ന് പിന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മക്കളെ കാണുമ്പോൾ, അയ്യോ ഇതുപോലൊരു മോനെയാണല്ലോ ഞാൻ കൊന്നതെന്ന് തോന്നുന്നു, അയ്യോ ഞാൻ കഷ്ടം ചെയ്തു പോയല്ലോ, ഇപ്പോൾ മനസ്സിലാകും. പക്ഷേ അതൊരു ഏറ്റവും ഭയാനകമായൊരു പാവമാണ്, കൊലപാതകമാണെന്ന് ആരും ചിന്തിക്കാറില്ല. ഗർഭത്തിൽ പിറന്നു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ കൊന്നാൽ കൊലപാതകം തന്നെയാണ്. ആ കുഞ്ഞ് ഭൂമിയിലേക്ക് പിറക്കുന്നതിന് മുമ്പ് തന്നെ കൊന്നു കളഞ്ഞാലും കൊലപാതകം തന്നെയാണ്. തിരുത്താൻ പറ്റുമോ? പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നാൽ അങ്ങനെയുള്ളിടത്ത് അതുപോലുള്ള പാപങ്ങളൊന്നു പോയേ അവരും ആത്മാവിനെ പ്രാപിച്ച് ഉള്ളിൽ തീകത്തുമ്പോൾ ആ ശാപവും പാപവും കത്തിപ്പോകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തിരുത്താനാവാത്ത തെറ്റുകൾ ആളുകളുണ്ട്. കൊലപാതകം ചെയ്തു പോയി, ആരെയെങ്കിലും അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ആർക്കെങ്കിലും നാശം വരത്തക്കണം, ഉപദ്രവം വരത്തക്കണം പ്രവർത്തിച്ച് കാണും. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ശാപകരമാണ്. ഒരാളുടെ പെൻഷൻ തടയുക, ഒരാളുടെ രൂപ കുറയുക, ഒരാളുടെ വരുമാനം കുറയ്ക്കുക ശാപമാണ്. ശാപങ്ങൾ ഒന്നുമേലൊന്നായി അനേകരും നമ്മൾ കൂട്ടായ്മ എഴുന്നവർക്ക് തന്നെ വരുന്നുണ്ട്. അപകടകരമായ കാര്യമാണ്, തെറ്റായ കാര്യമാണ്. ഇതെല്ലാം ദോഷമാണെന്ന് ആരും അറിയുന്നില്ല. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് വന്ന് ഈ പാപങ്ങളെല്ലാം കത്തിച്ച് കളയും. ദൈവത്തിന് സ്തോത്രം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. പാപങ്ങളെല്ലാം കത്തിച്ച് കളയും. നമ്മുടെ മാതാപിതാക്കളെ ഉപദ്രവിച്ചിട്ടുണ്ടാകും, അമ്മയെ തല്ലിയിട്ടുണ്ടാകും, അപ്പനെ തല്ലാൻ കൈ ഓങ്ങിയിട്ടുണ്ടാകും. ശാപമാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാം ശാപകരമായ കാര്യമാണ്. ആരും ശപിക്കില്ല, അപ്പൻ ശപിക്കില്ല, അമ്മയും ശപിക്കില്ല. കാരണം മക്കൾക്ക് ദോഷം വരാൻ അമ്മയെ ആഗ്രഹിക്കില്ലല്ലോ, ശപിക്കില്ല. പക്ഷേ എല്ലാം കാണും ദൈവമുണ്ട്, നിത്യനായ ദൈവമുണ്ട്. ചിന്തിച്ചു നോക്കണം. നമ്മുടെ ജീവിതത്തിൽ തിരുത്താനാവാത്തതായ തെറ്റുകൾ പലതും വന്നു പോയിട്ടില്ലേ? മാതാപിതാക്കളുള്ളതായ ധിക്കാര മനോഭാവം മൂലം അവരെ വേദനിപ്പിക്കുന്നതായ കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടില്ലേ? അവരെ വേദനിപ്പിച്ച് അവരുടെ ഹൃദയത്തെ മുറിപ്പെടുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചു പോയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ ശാപകരമായി ഒന്നും വരരുത്. എല്ലാം നോക്കിക്കൊള്ളണം. എല്ലാം എണ്ണി നോക്കി കരഞ്ഞുകൊള്ളണം. പരിശുദ്ധാത്മാവ് വരണേ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ഉള്ളത്തിലേക്ക് വരുമ്പോൾ എല്ലാം കത്തി തീർന്നു പോകും. എൻ്റെ ധ്യാനത്തിങ്ങൾ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ധ്യാനത്തിങ്ങൾ തീ കത്തണം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ തീ കത്തുന്ന അനുഭവം ലഭിക്കണം. ഹൃദയം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ഹൃദയത്തിലെ അവസ്ഥ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. എൻ്റെ ദയനീയ അവസ്ഥ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. എൻ്റെ പാവാവസ്ഥ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ജീവിതത്തിലൊന്നു പോയി അനർത്ഥങ്ങൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിലൊന്നു പോയി അപകടങ്ങൾ, എല്ലാം തെറ്റുകൾ സംഭവിച്ചു പോയി. അപ്പോൾ അത് ഓർത്ത് കരയിടം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ജീവിതത്തിൽ എന്നും നമ്മുടെ ജീവിതത്തിലെ പാവങ്ങൾ ഓർക്കുക. പാവങ്ങൾ ഓർത്ത് അനുഭവിക്കാനല്ല പറഞ്ഞത്. ഒരിക്കൽ ക്ഷമിച്ച് കിട്ടി, ഭാഗ്യം. എന്നാൽ ഇനി പിന്നെ ഓർക്കണം എന്താണ്? വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കണം. ഇത്രയും വലിയ ഘോരപാതകം വന്നിട്ട് നീ എന്നെ രക്ഷിച്ചല്ലോ കർത്താവേ. ഇത്രയും വലിയ മഹാപാതകം ഞാൻ ചെയ്തിട്ടും നീ പിന്നെയും ഭൂമിയിൽ ജീവിക്കാൻ നീ അനുവദിച്ചല്ലോ കർത്താവേ. ഇത്രയും വലിയ ഘോരപാതകം വന്നിട്ടും നീ എന്നെ ആത്മീയരംഗത്ത് നിർത്തിയല്ലോ കർത്താവേ. നിനക്ക് സ്തുതി. എന്ത് ഭാവമാണ്, എന്ത് അവിശ്വാസമാണ് എനിക്ക് വന്നത്. എന്നിട്ട് നീ എന്നെ സ്നേഹിച്ചല്ലോ. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. അനേകരെ വിശ്വാസവഞ്ചന ചെയ്തവരുണ്ട്. വിശ്വാസവഞ്ചന. രൂപ കടം മേടിച്ചു, കൊടുക്കില്ല, കൊടുക്കണമെന്ന് ചിന്തയില്ല. വാങ്ങിക്കുമ്പോൾ വലിയ ഉത്സാഹമാണ്, പക്ഷെ തിരിച്ചു കൊടുക്കണമെന്ന് ഉത്സാഹമില്ല. ഇത് ഞാൻ പറയാറുള്ള കാര്യമാണ്. അതെല്ലാം ശാപകരമാണ്, ദോഷമാണ്. നാം ആരോടെങ്കിലും പാവങ്ങൾ ഭൂമി പണയം വെച്ചോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കടമെടുത്തോ രൂപ തന്നുണ്ടാവും. ആ രൂപ നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എല്ലാം കാണുന്ന ഒരപ്പനുണ്ട്, ഒരു പിതാവുണ്ട്.
സ്വർഗസ്ഥനായ പിതാവ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ നിന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നെല്ലാം നോക്കുമ്പോൾ ദൈവം അനീതിയിൽ സന്തോഷിക്കില്ല. അനീതിയെ കർത്താവ് ചെറുക്കുന്നു, വെറുക്കുന്നു. അതുകൊണ്ട് ആ ദോഷവും ശാപവും നിങ്ങളുടെ മേൽ വരുന്നു. എങ്ങനെ വരുന്നു? കൊടുക്കാൻ മനസ്സിലാതിരിക്കുന്നു. നാം വാങ്ങിക്കാൻ താല്പര്യമായിരുന്നു, കൊടുക്കാൻ മനസ്സിലാതിരിക്കുന്നു. ഇതെല്ലാം പാവമാണ്. അതെല്ലാം തലമുറകൾക്ക് ശാപമായി വരും, തലമുറകളിലേക്ക് വരും. ദൈവത്തിന് സ്തോത്രം. അനേകം കാര്യങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്, അനേകം കാര്യങ്ങൾ. ഇതെല്ലാം ഓർത്തോർത്ത് നിങ്ങൾ ഇരുന്ന് കരയണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലാണ് എനിക്ക് പാവങ്ങൾ വന്നുപോയിട്ടുള്ളത്. പരിശുദ്ധാത്മാവ് ഓർമ്മ തരും, വ്യക്തമായിട്ട് ഓർമ്മ തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിന് സഹായം കിട്ടിയാലേ നമ്മുടെ സ്വയം മാറുകയുള്ളൂ. സ്വയം, സെൽഫ്, അഹം, ഞാൻ എന്ന ഭാവം മാറുകയുള്ളൂ. പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ എനിക്ക് എളിമ വരികയുള്ളൂ. പുറമേ എളിമയൊക്കെ ഭാവിക്കാൻ സാധിക്കും, അതാർക്ക് സാധിക്കും? അഭിനയിക്കാൻ സാധിക്കുമല്ലോ, വളരെ എളിമ വായിക്കാം. അയ്യോ, എനിക്ക് കഴിവൊന്നുമില്ല, ഞാൻ പാവമല്ലേ, അങ്ങനെ പറയാം. പക്ഷേ അതൊന്നുമല്ല എളിമ. അകത്തൊരു എളിമ വരും. അകത്ത് എനിക്ക് ആരും ആകണ്ട, എനിക്ക് ഒന്നും ആകണ്ട, എനിക്ക് ആരുടെ മുമ്പിൽ പ്രസിദ്ധനാകണ്ട, എനിക്ക് വേറെ യാതൊരു ലക്ഷ്യവുമില്ല. കർത്താവേ, ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, എൻ്റെ യേശുവിനെ സ്നേഹിച്ച് എൻ്റെ ആയുസ് തയ്ക്കണം. സ്തോത്രം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എന്നെ സ്നേഹിച്ച എൻ്റെ രക്ഷകനായ യേശുവിനെ സ്നേഹിച്ച് എൻ്റെ ആയുസ് തികയ്ക്കണം. എനിക്ക് പ്രസംഗിക്കണമെന്നില്ല, എനിക്ക് പാട്ട് പാടണമെന്നില്ല, സാക്ഷ്യം പറയണമെന്നില്ല, ആരും എന്നെ അറിയണമെന്നില്ല. വലിയൊരു മൂലയ്ക്ക് ഞാൻ ചുരുണ്ടിരുന്നു കൊള്ളാം. കർത്താവേ, മരണത്തോളം ഞാൻ നിന്നെ സ്തുതിച്ച് എൻ്റെ ആയുസ് തീർത്തുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു എളിമ നിങ്ങൾക്ക് വരണം. ദൈവത്തിന് ഒരു എളിമയുടെ മനോഭാവം വരണം, താഴ്മ വരണം. അത് തരുന്നത് പരിശുദ്ധാത്മാവ് തരുന്നതാണ്. അങ്ങനെ താഴ്മയോടെ ഇരിക്കുമ്പോൾ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. ആത്മാവിൻ്റെ നിറവ്, ദൈവത്തിന് സ്തോത്രം. ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നിറവാണ്. എന്നാൽ വലിയൊരു ബക്കറ്റിൽ വെള്ളം നിറച്ചുകയാണെങ്കിൽ അത് നിറവാണ്. അല്ല, ഒരു വലിയ കൊട്ടലത്തിൽ വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ അത് നിറവാണ്. അതല്ല, ഒരു കുളത്തിൽ വെള്ളം നിറയുകയാണെങ്കിൽ അത് നിറവാണ്. സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞാൽ അത് നിറവാണ്. നിറവ് അതിന് പരിധിയില്ല, നിറവിന് പരിധിയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഈ കൊച്ചു പാത്രം, ഈ പാത്രം നിറഞ്ഞു നിൽക്കണം. ഇത് വലിയ പാത്രമല്ല. നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവ് ചെറിയ പാത്രം. ഈ പാത്രത്തിൽ ആത്മാവ് നിറഞ്ഞു നിൽക്കണം. അവിടെ വേറൊന്നും പ്രവേശിക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. വേറൊന്നും അങ്ങോട്ട് കലരാൻ പാടില്ല. ഇന്ന് അനേകർ ആത്മാവിന് കിട്ടി, പക്ഷേ അതിലേക്ക് ചെളിവെള്ളം കോരി ഒഴിക്കുന്നു. അനേകർ കയ്പ് വെള്ളം കോരി ഒഴിക്കുന്നു. ആത്മാവിനെ കിട്ടിയതാണ്, പക്ഷേ അതിലേക്ക് കയ്പ്, അശുദ്ധി പകരുന്നു. അശുദ്ധി, പാപസ്വഭാവം പകരുന്നു, ദിവ്യാഗ്രഹം പകരുന്നു, അശുദ്ധ മോഹങ്ങൾ പകരുന്നു. അതെല്ലാം വരുമ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നു. എന്ന് പറ്റുന്നു, ദൈവാത്മാവ് വേദനിച്ച് പിടയുന്നു, പരിശുദ്ധാത്മാവ് പിടയുന്നു. ദൈവാത്മാവുള്ള മനുഷ്യൻ്റെ ഉള്ളിലേക്ക് അശുദ്ധി കിടക്കുമ്പോൾ, പാപം കിടക്കുമ്പോൾ, ദ്രവ്യാഗ്രഹം കിടക്കുമ്പോൾ, സ്വാർത്ഥത കിടക്കുമ്പോൾ, അപ്പോൾ ആത്മാവ് പിടയുന്നു, ആത്മാവ് വേദനിക്കുന്നു, ആത്മാവ് ദുഃഖിക്കുന്നു, ആത്മാവ് കെട്ടുപോകുന്നു. ആത്മാവിനെ കെടുക്കരുത്. സ്തോത്രം. ആത്മാവ് ദുഃഖിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ പൗലോസ് എഫെസ്യർക്കെതിരെ ലേഖനത്തിൽ പറയും, ആത്മാവിനെ കെടുക്കരുത്, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാണ്ട് വരരുത്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും സൂക്ഷിച്ചുകൊള്ളണം. പരിശുദ്ധാത്മാവിൻ്റെ വരം, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നിങ്ങൾ ദാഹിക്കുക. വാഗ്ദത്തമാണ്. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വാഗ്ദത്തം ദൈവം തരികയാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാൻ മനസ്സിലുണ്ടെങ്കിൽ സ്വീകരിക്കാം. കർത്താവേ, ആ വാഗ്ദത്തം എനിക്ക് അനുഭവമാക്കി തരണമേ. അതിനുവേണ്ടി എന്തെല്ലാം ത്യജിക്കണമെങ്കിലും ഞാൻ ത്യജിച്ചുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം ത്യജിക്കണമോ ഞാൻ തയ്യാറാണ്. എന്തെല്ലാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം നിരൂപിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നടക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഊതണമേ. ശിഷ്യന്മാരുടെ മേൽ ഊതിയ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഊതണമേ. കർത്താവേ, ഉയർത്തെഴുന്നേറ്റ് മിശിഹാ ശിഷ്യന്മാരുടെ മേൽ ഊതി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുമെന്ന് പറഞ്ഞല്ലോ. അത് എൻ്റെ മേൽ ഊതണമേ. എൻ്റെ മേൽ ഊതി എനിക്ക് ആത്മാവിനെ തരണമേ. ആത്മാവിൻ്റെ ഉള്ളത് നിറയ്ക്കണമേ. അതിൻ്റെ പ്രകടമായ ലക്ഷണം പാവബോധം വരുന്നു, കുറ്റബോധം വരുന്നു, എളിമ വരുന്നു, താഴ്മ വരുന്നു. ജീവിതത്തിലെ വ്യക്തമായ ഒരു വെളിച്ചം കിട്ടുന്നു. സ്തോത്രം. ആത്മാവിൽ പ്രകാശം കിട്ടുന്നു, സമാധാനം കിട്ടുന്നു. ശാന്തിയില്ലാത്ത ജീവിതത്തിൽ, സമാധാനമില്ലാത്ത ജീവിതത്തിൽ, നെടുവീർപ്പും ദുഃഖവും കരച്ചിലുമായി കഴിയുന്ന ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സമാധാനം കിട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനേകരിന്ന് എരിവുരിക്കൊള്ളുകയാണ്, അനേകർ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സമാധാനമില്ല. അനേകർ ഭർത്താവിന് മർദ്ദമേറ്റ് പിടയുന്ന ഭാര്യമാരുണ്ട്. ഭർത്താവിൻ്റെ ക്രൂരമായ പെരുമാറ്റം കൊണ്ടും മർദ്ദനം കൊണ്ടും വീർപ്പുമുട്ടുന്ന ഭാര്യമാരുണ്ട്. എന്തു ചെയ്യും? 2 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ കളയാൻ പറ്റുമോ? ആ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ? ഭർത്താവ് ഒരു ജോലി ചെയ്യില്ല. അദ്ദേഹം കുടിച്ച് മതോന്മത്തനായി നടക്കുന്നു. ഭാര്യയുടെ ശമ്പളം കൊണ്ട് കുടിക്കുന്നു. ആ മനുഷ്യൻ, അയാൾ ഭാര്യയെ ഉപദ്രവിക്കുന്നു. എത്ര ഭയാനകമായ കാര്യമാണ്.
ഒന്നല്ല, അനേകം ഇതുപോലെ അനേക കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. സമൂഹം ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ആളുകൾ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കരയുന്ന മനുഷ്യർക്ക് കരച്ചിൽ മാറ്റാൻ പരിശുദ്ധാത്മാവ് വരും. നിങ്ങൾക്ക് വേണമോ പരിശുദ്ധാത്മാവിനെ? ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾക്ക് ദാഹിക്കാമോ? ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ ഒന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ച് പറഞ്ഞു. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ആത്മാവ് പറഞ്ഞു, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇന്ന് ഈ സമയത്ത് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാവിന് വേണ്ടി ദാഹിക്കുക. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ നീ വന്ന് എന്നെ ആളത്തെ മുഴുവനായി രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ സ്വഭാവം മുഴുവനായി മാറ്റണമേ. എന്നിലേക്ക് നീ ഇറങ്ങി വരണമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, പരിശുദ്ധാത്മാവിനുള്ളതായ ദാഹം ഞങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും ആത്മാവിൻ്റെ കൃപയിലും കരുണയിലും നിറച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് നടന്നു വരുവാൻ എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ ഒരു ഞങ്ങൾ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.